പൗരത്വ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചില സംഭവങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് 1956 മുമ്പുള്ള ആധാരങ്ങളും മറ്റ് രേഖകളും എടുക്കാൻ എന്താ മാർഗം, എന്റെ ഉമ്മാന്റെ വാപ്പാന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, അപ്പൊ അതെന്ത് ചെയ്യും? ഉമ്മാന്റെ വാപ്പായൊക്കെ മരണപ്പെട്ടു പോയിട്ട് എത്രയോ കാലമായി. അപ്പോൾ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇനി ഉണ്ടാക്കണം അത്ര, ഇല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ പറഞ്ഞ എന്റെ സുഹൃത്തടക്കം ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ വരും. അതായത് ഡിറ്റൻഷൻ സെന്റർ, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോകേണ്ട ഒരു അവസ്ഥ വരും. മുസ്ലിങ്ങളെ മുഴുവൻ പിടിച്ച് അടച്ച് പൂട്ടി കൊല്ലാനുള്ള പോവാണ്. ഇപ്പോൾ പൗരത്വം തെളിയിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന നിലയിൽ ഒരു കോള് വന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് മുസ്ലിം വിഭാഗത്തെ മുഴുവൻ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പൗരത്വ ബില്ല് വെക്കുന്നത് എന്ന് അന്നു മുതൽ പ്രചരിപ്പിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ്. മുസ്ലിം പക്ഷമായിക്കോട്ടെ മറ്റേതെങ്കിലും പക്ഷമായിക്കോട്ടെ, നിങ്ങൾക്ക് ഞങ്ങളാണ് എന്ന് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം ഒരുപോലെ പേടിപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്കാക്കി അവരെ മാറ്റുകയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.